അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രക്ഷിതാക്കളെയും അധ്യാപകരെയും വലിയ പ്രതിസന്ധിയിലാക്കി ഹിന്ദിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ അന്താരാഷ്ട്ര വിദ്യാലയമായ അമേരിക്കൻ ക്രിയേറ്റിവിറ്റി അക്കാദമി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അപ്രതീക്ഷിതമായി പൂട്ടിയിരിക്കുന്നു. പ്രീ നഴ്സറി മുതൽ ഗ്രാൻഡ് 12 വരെ അമേരിക്ക IB കരിക്കുലങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥാപനമാണിത്. മുമ്പ് പ്രവർത്തിച്ചിരുന്ന ബീകോൺ പ്രൈവറ്റ് സ്കൂളിന് പകരമായി കുവൈത്തിലെ പ്രശസ്തമായ സമ എഡ്യൂക്കേഷണൽ കമ്പനിക്ക് കീഴിലാണ് ഈ വർഷം അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. 1688 ബഹ്റൈൻ ദിനാർ മുതൽ 5118 ദിനാർ വരെയായിരുന്നു ഇവിടുത്തെ വാർഷിക ഫീസ്. നിക്ഷേപകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് സ്കൂളിന്റെ ലൈസൻസ് റദ്ദാക്കിയതെന്ന് ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സ്ഥാപനത്തിന്റെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നിലവിലുണ്ടെന്നും ലിക്വിഡേഷനായുള്ള അപേക്ഷയ്ക്കായി കാത്തിരിക്കുകയാണെന്നും വ്യവസായ വാണിജ്യ മന്ത്രാലയവും വ്യക്തമാക്കി. എന്നാൽ അടച്ചുപൂട്ടലിനെ കുറിച്ച് സ്കൂൾ അധികൃതരിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഒരു ദിവസം മുമ്പ് മാത്രം അറിയിപ്പ് നൽകി മാനേജ്മെന്റ് തങ്ങളെ വഞ്ചിച്ചുവെന്ന് രക്ഷിതാക്കൾ രോക്ഷത്തോടെ വ്യക്തമാക്കുന്നു. വർഷത്തെ മുഴുവൻ ഫീസും മുൻകൂട്ടി അടച്ച കുടുംബങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നും അറിയില്ല. കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ തീർത്തും അപാകത നിറഞ്ഞതാണെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം ദുരിതത്തിലായ വിദ്യാർത്ഥികൾക്ക് ആശ്വാസവുമായി രാജ്യത്തെ മറ്റ് സ്വകാര്യ സ്കൂൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് അടിയന്തര പ്രവേശനം നൽകാനും പ്രവേശന ഫീസ് ഗഡുക്കളായി അടയ്ക്കാനുമുള്ള പേയ്മെന്റ് പ്ലാനുകൾ നൽകാനും ചില പ്രധാന സ്കൂളുകൾ തയ്യാറായിട്ടുണ്ട്. എങ്കിലും മുൻകൂട്ടി അടച്ച വലിയ തുക തിരികെ ലഭിക്കാതെ പുതിയ ഫീസ് കണ്ടെത്തുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ ഉത്തരവാദിത്തമില്ലാത്ത സമീപനത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. വരും ദിവസങ്ങളിൽ മന്ത്രാലയങ്ങളുടെ ഭാഗത്തുനിന്ന് ഫീസ് റീഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്.